കാശ് കൊടുത്ത് വ്യാജ ബിരുദമെടുക്കുന്ന ഫ്രോഡ് ആക്ടിവിസ്റ്റ് യുവാക്കളെ പറ്റിയുള്ള സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശത്തെ വളച്ചൊടിച്ച് കുറച്ചുനാൾ മുൻപ് സോഷ്യൽ മീഡിയയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു നാടകം നമ്മൾ കണ്ടതാണ്. ആ പാറ്റകളുടെ ചൂടാറും മുൻപേ ദേ വരുന്നു അടുത്തത്. ദിമാഗി നക്സൽ ജനതാ പാർട്ടി. BJP വിരുദ്ധത എന്ന പേരിൽ രാജ്യവിരുദ്ധ അജണ്ടകൾ ഒളിച്ചു കടത്താനും ഇന്ത്യയെ കാറും തിന്നുന്ന നക്സലിസത്തെ വെള്ളപൂശാനും നടക്കുന്ന ഈ പുതിയ കളികൾക്ക് പിന്നിൽ കൃത്യമായ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. ഇതൊരു വെറും സോഷ്യൽ മീഡിയ ട്രെൻഡ് ആണെന്ന് കരുതി ഇതിൽ പോയി തലവയ്ക്കുന്ന നടൻ പ്രകാശ് രാജിനെ പോലുള്ളവർക്കും വരാനിരിക്കുന്നത് എട്ടിന്റെ പണി തന്നെയാണ്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ദിമാഗി നക്സൽ അഥവാ മാനസിക നക്സൽ, ബുദ്ധിപരമായ നക്സൽ എന്ന പരാമർശത്തിന് പിന്നാലെയാണ് എക്സിൽ ഈ പുതിയ അക്കൗണ്ട് പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുതൽ അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ, യൂട്യൂബർ ധ്രുവ് റാട്ടി, പിന്നെ പതിവ് പോലെ നടൻ പ്രകാശ് രാജ് വരെയുള്ളവരാണ് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാനും അടിമകളാകാതിരിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രകാശ് രാജിന്റെ പോസ്റ്റ് ഈ അക്കൗണ്ട് റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നക്സലിസത്തിന്റെ ഭീകരത എന്താണെന്ന് അറിയാത്ത, ജിയോ പൊളിറ്റിക്സിന്റെ ABCD അറിയാത്ത പ്രകാശ് രാജിനെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയൊരു അജണ്ടയാണ് ഇവിടെ ഇവർ നടപ്പിലാക്കുന്നത്. BJPയോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഏത് രാജ്യവിരുദ്ധ ശക്തികളെയും കൂട്ടുപിടിക്കാമെന്നതാണ് ഇവരുടെയൊക്കെ ധാരണ. ഇന്ത്യയെ കാറും തന്നുകൊണ്ടിരുന്ന ഒരു ക്യാൻസർ ആയിരുന്നു മാവോയിസവും നക്സലിസവും. 65 വർഷം കോൺഗ്രസിനെ കൊണ്ട് സാധിക്കാത്തത് റെഡ് കോറിഡോറിനെ ഇല്ലാതാക്കാൻ വെറും 10 വർഷം കൊണ്ട് BJP സർക്കാർ സാധിച്ചെടുത്തു. പഴയ നക്സലുകൾ പോലും ആയുധം വെച്ച് കീഴടങ്ങി പുതുജീവിതം തേടുന്ന ഈ വേളയിൽ നക്സലിസത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ചോദിച്ചു വാങ്ങുന്നത് വലിയൊരു പണിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ പൗരനായി നിന്നുകൊണ്ട് ഇവിടുത്തെ ദേശീയതയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ BJPയെ വിമർശിക്കണം. അല്ലാതെ രാജ്യവിരുദ്ധരുടെ പക്ഷം ചേരാൻ പോയാൽ പിന്നെ വെളിച്ചം കണ്ടെന്ന് വരില്ല. പ്രധാനമന്ത്രിയുടെ ഈ പ്രയോഗം പ്രതിപക്ഷ നേതാക്കളെ ഉദ്ദേശിച്ചല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറിച്ച് ഇന്ത്യൻ ഭരണഘടനയെ തള്ളിക്കളയുന്ന വിഘടനവാദികളെയും കാശ്മീരിലെ ആർട്ടിക്കിൾ 370നെയും അനുകൂലിക്കുന്നവരെയുമാണ് പ്രധാനമന്ത്രി ലക്ഷ്യമാക്കിയത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്ത് നിന്ന് വെട്ടിമാറ്റാൻ ആഹ്വാനം ചെയ്യുന്ന ഷർജീൽ ഇമാമിനെ പോലെയുള്ളവരെ പിന്തുണയ്ക്കുന്നവരാണ് ഈ ദിമാഗി നക്സലുകൾ. അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രകാശ് രാജും അഖിലേഷ് യാദവും അരവിന്ദ് കെജ്രിവാളും ധ്രുവ് റാട്ടിയും ഒക്കെ അത്തരം നിലപാടുള്ളവരാണോ എന്ന് വ്യക്തമാക്കണം. ആണെങ്കിൽ നിങ്ങൾ ഡീല് ചെയ്യേണ്ടത് വേറൊരു രീതിയിലാണ്. ഈ രാജ്യത്തിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നക്സലുകളെയും രാജ്യദ്രോഹികളെയും പറഞ്ഞപ്പോൾ ഇത്ര പൊള്ളേണ്ട കാര്യം എന്താണ്? പൊള്ളിയത് ആർക്കാണെന്ന് ഇപ്പോൾ നല്ല പോലെ വ്യക്തമാവുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിച്ച സിമ്പതിയോ പാർട്ടികളുടെ വിധിയോ ആയിരിക്കില്ല ദിമാഗി നക്സലുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. ജിയോ പൊളിറ്റിക്സും ദേശീയ രാഷ്ട്രീയവും അറിയാത്തവർ കിരൺ റിജിജുവിന്റെ വാക്കുകൾ കേട്ടെങ്കിലും സ്വയം തിരുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പണി പാലിൻ വെള്ളത്തിൽ കിട്ടും. പിന്നെ കിടന്ന് പാച്ചിസം എന്നൊക്കെ പറഞ്ഞിട്ട് മോങ്ങിയിട്ട് കാര്യമില്ല. ജസ്റ്റ്